മതി മതി, കൊറേ നേരം ആയല്ലോ ഊരി വിട്ടാൻ തുടങ്ങിയിട്ട്. ഒന്നിങ്ങോട്ട് ഇറങ്ങ. എന്നതാ സിഗ്നൽ കാട്ടറേ? വണ്ടി കയറിയത് തന്റെ ഇഷ്ടത്തിനല്ല, എന്റെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ. എന്നാ ആ ഇഷ്ടം എന്താന്ന് വെച്ചാ പറ. ഉള്ള കുന്നും മലയും കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ഇത് എന്താണെന്നല്ല, മൃഗമാ. ഇത് കുറെ ദിവസം കൂടി ജീവിച്ചിരുന്നാലും എന്റെ കഞ്ഞിയൂടെ നടക്കും. അതെ, താ മാത്രം കഞ്ഞി കുടിച്ചാ പോരാ, വല്ലപ്പോഴും അതിനും കൂടി ഇത്തിരി കൊടുക്കണം, എന്നാലേ ജീവൻ നിൽക്കുള്ളൂ. ഞാൻ കൊടുക്കാതിരിക്കെ എന്തോ വെച്ചാ ചെയ്തോളാം. ഓടെ കാശ് ഇങ്ങോട്ട് കൊടുവച്ചേ. എനിക്കേ അരമന വീട്ടിലേക്കാ പോകേണ്ടത്, അവിടെ കൊണ്ട് വിട്ടിട്ട് പൊയ്ക്കോ. ആ ഒടുക്കത്തെ വീട് എവിടാന്ന് വെച്ചാ ഒന്ന് പറ. അന്നേക്ക് ഇങ്ങ ഒരു കോവിൽ ഇരുന്നതേ, അതെങ്ങ പോച്ച്? ഈ അരമന വീട് എവിടാന്നറിയോ? കുട്ടി ഏതാ? ഞാൻ വേലുമണി നായ്ക്കന്റെ മോൾ അല്ലി. വേലുമണി നായ്ക്കർ? അതാരാ? എന്റെ അച്ഛൻ. അത് മനസ്സിലായി. വേലുമണി നായ്ക്കർ അരമന വീട് തമ്മിൽ എന്താ ബന്ധം? അടടാ, ഇതെന്നെ കേൾവി. ഏൻ അപ്പാവുക്കും അപ്പാ വീട്ടത് എന്നെ ബന്ധമാ? അപ്പോ മാർത്താണ്ഡം പിള്ള? മാർത്താണ്ഡ മാമൻ അറിയോ? കൊച്ചേ, എനിക്ക് പോണം. അവിടെ നിക്കണോ? പറയൂ, കുട്ടിയുടെ ആരാ മാർത്താണ്ഡം പിള്ള? എന്റെ കാര്യമല്ല, അപ്പാവും അമ്മാവും മരിക്കും മുമ്പേ മാർത്താണ്ഡ മാമനായിരുന്നു ഇവിടുത്തെ കാര്യസ്ഥൻ. ഇപ്പോഴും മാമൻ തന്നെ വീട് നോക്കുന്നത്. ശിവ, എടുക്കാൻ വേണ്ടി വാ, കേറ്. ആൾക്കാരെ പറ്റിക്കാ. ഹലോ ചേട്ടാ, ഹലോ മാപ്പിള കൂട്ടുകാരന്റെ വണ്ടി തിരുമ്പി വിദേശത്തിലെ പോകുന്നത്. அரமனை வீடு எங்க இருக்குன்னு தெரியுமா? ஆமா, இது தெரிஞ்சு என்ன பண்ண போறீங்களோ? வேலுமணி நாயக்கரோட பொண்ணுயா. யார் பொண்ணு? வேலுமணி நாயக்கரோட பொண்ணு. என்ன பேரு? அள்ளி. அம்மா, ஐயோ, கார் போகுது. വന്നു അല്ലേ? കൊടയുടെ മറന്നു വെച്ച് പോയപ്പോഴേ ഞാൻ പറഞ്ഞു തിരിച്ചു വരുമെന്ന്. കനകം, ആ കൊടയും എടുത്തോളൂ. തിരിച്ചു വരവ് ശുഭലക്ഷണമാണ്. അതെ, മനുഷ്യരായാല് സത്യസന്ധത വേണം. ഓ, കുട ഇവിടെ മനഃപൂർവ്വം മറന്നു വെച്ചിട്ട് എന്റെ സത്യസന്ധതയെ പരീക്ഷിച്ചാണല്ലേ? കൊള്ളാം. മാർത്താണ്ഡം പിള്ള സത്യസന്ധം തന്നെയാണ്. നേരും നെറിയും ഉണ്ടെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് നേരും നെറിയും കുറച്ച് അധികം ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു കാണും. അവരതേ പറയൂ. അതുകൊണ്ട് ഇപ്പൊ എന്താ, വിവാഹം നിശ്ചയിച്ചിട്ട് മുൻപ് തന്നെ നടത്തണം. വിവാഹം നടത്തണ്ട. ഞാനെന്ത് വിചാരിച്ചോടോ? ഇത് കാണക്കച്ചവടമാണ്. ഈ വീടും പറമ്പ് സ്വന്തമാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കല്യാണം നടത്താമെന്ന് വിചാരിച്ചോടോ? തെണ്ടി പിള്ളേ. അതെ, പോരുത്. അല്ല, നിന്റെ അമ്മയുടെ നേരെ കൊണ്ട് കൊടുറേ. അന്നേ ഞാൻ പറഞ്ഞത് ഒരമ്മയെ എല്ലാം ചൊല്ലിയാച്ചയ്യാ. മാപ്പിള കൂട്ടുകാരൊക്കെ കിട്ട എല്ലാമേ ചൊല്ലിയാച്ചയ്യാ. ആര് ചൊല്ലിയാച്ച്? ആര് ചൊല്ലി? അല്ലി. ഏതല്ലി? വേലുമണി നായ്ക്കരുടെ മകൾ അല്ലി. വീടും 500 ഏക്കറും എനിക്ക് மட்டும்தா சொந்தம். நான் தான் இந்த ஊருக்கு ஜமீன்தார். உள்ள நுழைஞ்சா காலை வெட்டிடுவேன். பொடி வெளியே வெளியே பொடி. എന്താ മഴ പെയ്യുന്ന? അപ്പൊ ഇന്ന തണ്ണി തേവയില്ലയാ? ഇന്ന തടവ് നീ കാപ്പാത്തിയാച്ച്. പിന്നെ കാപ്പാത്താതെ ഇറങ്ങി പോണ വെളിയില്. നീ പോയി വേലയെ പാரு. അരമന വീടും 500 ഏക്കർ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഒരു ജമീന്ദാര് എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവേ. ഒരു തമ്പുരാട്ടി വന്നാലും വിട്ടു കൊടുക്കൂല. വേണ്ട, വിട്ടുകൊടുക്കണ്ട. എല്ലാം അവള് വന്ന് കൊണ്ടേക്കോളും. പിന്നെ കുറച്ചോ? ചിലപ്പോഴേ കൊണ്ടുപോകും. ഭൂതം നിധിയാക്കും പോലെ 10-15 കൊല്ലം ഞാൻ കാവലിരുന്നതാ. കൊണ്ടുപോകാൻ കുറച്ച് പൊള്ളും. മോടി, എന്നിട്ട് മോടെ കല്യാണം മുടങ്ങിയപ്പോ എങ്ങ പൊള്ളിയില്ലല്ലോ? ഒന്നും മിണ്ടായി. ഓടി അപ്പൊ തന്നെ അച്ഛനെങ്കിലും ഒന്നും മിണ്ടായിരിക്കും. രണ്ടുപേരും മിണ്ടിക്കോ. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ അകത്തിരിക്കത്തേ ഉള്ളൂ. അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു. എന്ത് പറഞ്ഞാലും ഒരു അന്നേ പറഞ്ഞതാ. നീ എന്ന് പറഞ്ഞു? എന്താ പറഞ്ഞടി? ആ നായ്ക്കരും ഭാര്യയും കൂടെ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര്? നായരല്ല, നായ്ക്കര്. അവരവിടെ മരിച്ചെന്നറിഞ്ഞിട്ടും നിങ്ങളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അന്ന് അതിബുദ്ധി കാണിച്ചതാ. ജമീന്ദാരാവൻ. ഇനിയിപ്പൊ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും എല്ലാം നമുക്ക് സ്വന്തമാവെന്നും പറഞ്ഞോണ്ടിരുന്നു. എന്നിട്ട് ഇപ്പോഴോ കൊക്ക കുളിച്ചതുമില്ല, കൊക്കായതുമില്ല. ഈ കാക്ക കുളിക്കും, കൊക്കാവുകയും ചെയ്യും. കൊല്ലം 8 or 10 ആയിട്ടുള്ളൂ. അല്ലിക്ക് അന്നേ അല്ലേ തിരിച്ചറിയാനുള്ള പ്രായം ഉണ്ടായിരുന്നു. കൊക്ക് അത് പറഞ്ഞല്ല. മകൾ വണ്ടാച്ച്. ഇനി കുറ്റോ? അയ്യോ, ഇതാര്? മാർത്താണ്ഡ മാമ. മാർത്താണ്ഡ മാമ ആടാകെ മാറിപ്പോയല്ലോ. ആ പുളിന്റെ തടിയെല്ലാം പോയി മെരിഞ്ഞ സുന്ദര കുട്ടപ്പനായി പോയി. എന്താ വിളിച്ചു നോക്കണേ? മനസ്സിലായില്ലേ എന്നെ? അല്ലേ വീട് അല്ലി.
ഒരു വേലുമണി നായ്ക്കരെ എനിക്കറിയാം. ആ എന്നാ വേലുമണി നായ്ക്കരുടെയും സീതാലക്ഷ്മിയുടെയും ഉണ്ടായിരുന്ന പൊട്ടിപ്പെണ്ണ് നീ ഉണ്ടോടി. അതാ എന്നെ കണ്ടാർന്ന് ഓടിപ്പോനിയാ. ശരി ശരി ശരി. സ്വർണം, എനിക്ക് നിന്നോട് ഒരുപാട് വിശേഷം പറയാനുണ്ട്. മാമ കുളിച്ച് ക്ഷീണം മാറിയിട്ട് ഒക്കെ വിശദമായിട്ട് പറയാം. വേലുമണി നായ്ക്കർ, സീതാലക്ഷ്മി, അന്നി. കൊള്ളാം പ്രസംഗം. നീ പറഞ്ഞ മാതിരി ഒരു ബന്ധം നമ്മൾ തമ്മിലില്ല. മാർത്താണ്ഡ പേരിന്റെ കൂടെ മാമ എന്ന് ചേർത്ത് വിളിച്ച ബന്ധമാകുമോ? ഇറങ്ങി പോകോച്ചേ. ഓ അത് ശരി. അപ്പൊ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല? ഇല്ല, യാതൊരു ബന്ധവുമില്ല. എന്നാൽ ആദ്യം ഇറങ്ങേണ്ടത് നിങ്ങളാണ്. എന്തിന്? ഇതെന്റെ വീടാ. നിന്റെ വീടോ? അതെ, എന്റെ അച്ഛൻ വേലുമണി നായക്കർ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ ഈ അരമന വീട്. നീ പറഞ്ഞ സത്യം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തന്നെ. എന്നാ നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സത്യം കൂടിയുണ്ട്. വേലുമണി നായ്ക്കർ മരിക്കുന്നതിന് മുമ്പ് കാര്യസ്ഥനായ മാർത്താണ്ഡം പിള്ളയ്ക്ക്, അതായത് എനിക്ക്, കരൾ അലിഞ്ഞ് ഇഷ്ടദാനം തന്നതാണ് ഈ അരമന വീട് 500 ഏക്കർ. പച്ചക്കള്ളോ പഴുത്ത കള്ളമോ തെളിവ് എന്റെ ഉണ്ട്. കണ്ണോ? എന്തിനാ മിഴിച്ചു നോക്കുന്നത്? പോവാൻ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. കഴിവുണ്ടെങ്കിൽ ഇറക്കി വിട്ടോ. ഈയിടെയായി വെള്ളത്തിന് എന്താടി ഒരു രുചി വ്യത്യാസം? നേരെ ഒരു പുളിപ്പുണ്ട്. ഞാൻ വിചാരിച്ച എനിക്ക് മാത്രം തോന്നിയതാണ്. अल्लाह की कसम का हुक्म केरी वासी से, अल्लाह की कसम का हुक्म केरी वासी से. ഇതുവരെ ഇതിന്റെ അകത്ത പൊത്തിലിരുന്ന് ശ്വാസം മുട്ടിയിട്ട് വയ്യ. അതിന്റെ കൂടെ ചൊറിച്ചിലും രാവിലെ മുതൽ ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. അപ്പൊ നേരം വെളുക്കുന്നേരിട്ടെന്നൊക്കെ അറിയുന്നുണ്ടല്ലേ? ആക്കല്ലേ, നിനക്കും കൂടി വേണ്ടിയാണ് അതിനകത്തായത്. അതെ, നമ്മുടെ കാര്യം എന്തായി? ആ രാജപ്പൻ ഒരുമാതിരി സംഭവിച്ചിട്ടുണ്ടോ? പക്ഷെ കരക്കെടുക്കാത്ത കണ്ണപ്പന. ഏതായാലും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പോയി ആ കരുതയുടെ കാര്യം പിടിക്കാം. പിടിക്കണം പിടിക്കണം. ഞാൻ ഫുഡിങ് എടുപ്പം. അതെ അതെ, കഴിപ്പൊക്കെ അങ്ങ് താഴെ പോയിട്ട്. എനിക്ക് വിശക്കുന്നതാ. ഇതും പിടിച്ചോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. ചില്ലറ വെയിറ്റ് ആണോ? കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് ഒന്നുമില്ലേ? കൂൾ ഡ്രിങ്ക്സോ? കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം കിടപ്പണല്ലോ, അതെടുത്താൻ കുടിച്ചാ മതി. അത് മുഴുവൻ എന്റെ മൂത്ര ആണല്ലേ? ആരോഗ്യത്തിന് ഇത്രയും പറ്റിയ ഔഷധം വേറെ ഒന്നും കാണില്ല. ധൈര്യമായിട്ട് എടുത്ത് കുടിച്ചു. എന്നാ നിന്റെ അച്ഛനെ ഇവിടെ വിളിച്ചോ? അച്ഛനെ മാത്രമാക്കണ്ട, നാട്ടുകാരെ കൂടെ വിളിക്കാം. എന്താ ശ്രദ്ധിക്കല്ലേ? അല്ലാഹ് കസം അബൂ കാ ഹുക്കും കേറി വാ സീസേ. നാരായണൻകുട്ടി, എന്താ? അല്ലാഹ് की कसम अबू का हुक्म. എടാ പഞ്ചായത്ത് കിട്ടില്ല, അമ്മനെ കൊണ്ട് ഒളിച്ചിരിപ്പണ്ടാ. अल्लाह की कसम अबू का हुक्म केरी वासी से. अल्लाह की कसम अबू का हुक्म केरी वासी से. अल्लाह की कसम अबू का हुक्म केरी वासी से. നീ എന്താ രമണ നേരത്തെ? അതുപോലെ വലിക്കുന്നെന്തേ ഒരു സ്പീഡ്. ചോദിച്ചാ വായിലെന്താ പഴം? പഴമാരാ, നീ കേറി വാ. ഇല്ലടാ, നിന്നെ വളർത്താ. ക്ഷമിക്കാടാ. നാട്ടുകാരുടെ മുഴുവൻ കാശും തിരിച്ചെടുത്ത് ഈ കിണറ്റിനകത്തിറങ്ങി ഒളിച്ചിരുന്ന ആരും നിന്നെ പിടികൂടുന്നത് ചോദിച്ചാ നീ ആരുടെ മുളകൂട്ടിൽ അടിമയാ? നമ്മുടെ ചീത്തപ്പേരുണ്ടാക്കി ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതാണോ നിന്റെ പുതുമയുള്ള പരിപാടി? എന്തൊരു പുകയാണ് പണ്ടാരം കാണുന്നേ. എന്താ ചായ എവിടെ? എന്താ എന്താ ഇവിടെ? ആ നീയായിരുന്നോ? നീ ഇതിനകത്തും വന്ന് കേറിയോ? ആശ കുന്തമേ. ചായക്കാൾ പാലാണ് ഇഷ്ടം അമ്മായിക്ക് എങ്ങനെ മനസ്സിലായി? അയ്യോ എന്റെ പാല്, എന്റെ പാല് അയ്യോ എന്താടാ ചുമ്മാ ഒരു പാട്ട് പാടുന്നേ. ഒരു പാട്ട്
എന്താ മാർത്താണ്ട മാമ? തേങ്ങാക്കൊല കെട്ടി ഒഴിച്ചു തരട്ടെ? വേണ്ടി വരും. ഈ ശനിയൻ എവിടെ പോയി കിടക്കുക? നീ എന്തിനാണ് അങ്കണത്തിൽ വന്നിരിക്കുന്നത്? തേങ്ങായി പറമ്പി പോടുന്നുണ്ട്, പോയി പിടിക്ക്. ഓ ആശം அதிகமாச்சிருக்காத. நீ வெளியே வா, முக்கியமான ஒரு விஷயம் சொல்ல வேண்டி இருக்கு. அப்படியா? சத்தியம் முனியாண்டி? ஓ, இந்த முனியாண்டி எதுக்கம்மா உங்ககிட்ட போய் சொல்லணும்? இந்த வீடு பரம்பு எல்லாம் உங்க அப்பா நாய்க்கரையா இவருக்கு சும்மா சும்மா கொடுத்து வந்துதான் இந்த நாட்டியாரோட எல்லாம் சொல்லி வச்சிருக்கான். விடக்கூடாதுமா, விடக்கூடாது. இந்த முட்டாளம் மார்த்தாண்டம் பிள்ளையோட திமிர எப்படியாவது அடக்கியே தீரணும். അടക്കിടലാം മുനിയാണ്ടി, അടക്കിടലാം. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കൂ. நான் எதுக்கம்மா? നിന്നാൽ ഈ അരമന വീടിനും 500 ഏക്കറിനും നീ ആയിരിക്കും വരുംകാല മാർത്താണ്ഡം പിള്ള. மார்த்தாண்டா, എന്താടാ വിളിച്ചാ വിളി കേട്ടൂടെ? എന്താടാ വിളിച്ച വിളി കേട്ടൂടെ? കേക്കല. ഉത്തിരിട്ടാൻ ഉച്ച തിരിഞ്ഞ് ഉദയ സൂര്യൻ ഉച്ച വിട്ട നേരം വന്ന സമയം വെച്ച് നോക്കുമ്പോ ദേശം തടസ്സം ഉണ്ടാകാനാണ് സാധ്യത. എന്നാലും ശീഘ്രഫലം കാംക്ഷിക്കുന്നതിനാൽ പരിഹാരം കാണാവുന്ന വൃത്തിയില്ലല്ലോ. പ്രയോഗം അല്പം കട്ടിയാകുന്നതിൽ വിരോധമില്ലല്ലോ. കട്ടിയല്ല, കാട് കട്ടിയായിരിക്കണം. ഉച്ചയിൽ നിന്നൊരു മുടി പറിച്ചെടുക്കണം. വെളുത്തതോ കറുത്തതോ? നിങ്ങളുടെ അല്ല, അവളുടെ മുടി. അതുകൊണ്ടൊരു പ്രയോഗമുണ്ട്, കേശവാസ ബന്ധനം. പിന്നൊരു കാര്യം, മുടി വേരോടെ തന്നെ പിഴുതെടുക്കണം. ഇതൊന്നും മൂന്നാമതൊരാൾ അറിയണം, ഫലമുണ്ടാവില്ല. നടക്കുമ്പോ ഒന്നും ഉരിയാടാൻ പാടില്ല. ഇറങ്ങി വരാൻ മനസ്സിലെന്നോ? ആരാത്? ഇവിടെ വരട്ടെ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഒന്ന് കാണട്ടെ ഞാൻ. മൂക്കി കൂടെ പല്ലിറങ്ങിയിട്ടും നിങ്ങളുടെ ഒരു മൂരിസന്മാരും ഇന്ന് ഞാൻ പൊളിക്കും. എന്റെ പൊന്നു മോളെ, നട്ട പാതിരേക്ക് നിന്റെ അച്ഛൻ ഈ പെണ്ണിന്റെ മുറിയില്ല. ഞാൻ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുള്ള കാര്യം അച്ഛൻ ഓർത്തില്ലല്ലോ. എന്താ മോളല്ലെന്നോ? അയ്യോ നാണക്കേടായി, നാട്ടുകാരറിഞ്ഞ. ഉദ്ദേശല്ലേ എന്താ പുറത്ത് പറയുന്നോ? അയ്യോ അമ്മേ, നോണക്കേട് കാണിച്ചതും പോലെ ഇപ്പൊ പുറത്ത് പറയുന്നത്.
അയ്യോ 10 കെട്ടുമെന്ന് എന്റെ ദൈവമേ നമുക്കിനി ജീവിച്ചിരിക്കണ്ട. എന്റെ ഭഗവതി, ഞാൻ എങ്ങനെ ഇവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? അയ്യോ